ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മളിത് കാണാൻ പോകുന്നത് 2020 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കിടിലൻ ഫാന്റസി മൂവിയാണ്. അപ്പൊ എങ്ങനെയാ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. Hey, it's Tail Frog! നമ്മുടെ ഈ ഒരു സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഭയങ്കരമായിട്ട് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് കാണിക്കുന്നത്. അവിടെ ഒരു ചെറിയ പയ്യൻ നിന്നിട്ട് ചില മാജിക്കുകളെല്ലാം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവന്റെ ഗുരുവും ആ ഒരു പയ്യന്റെ തൊട്ടു മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ മാസ്റ്റർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്ന ആ ഒരു മാജിക്കുകളെല്ലാം ഇവൻ വളരെ ഈസി ആയിട്ട് തന്നെ പഠിച്ചെടുക്കുകയാണ്. എന്നാൽ ഓരോരോ കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു മാജിക് മാത്രം ഇവൻ എത്ര ശ്രമിച്ചിട്ടും പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നാളുകൾ ഒരുപാട് കടന്നു പോവാണ്. നമ്മുടെ ഹീറോ ഇപ്പോൾ വളർന്ന് വലിയൊരാളായിട്ടുണ്ട്. ഇപ്പോഴും ഇവൻ ആ ഒരു മാസ്റ്ററിന്റെ അണ്ടറിൽ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ഇത്രയും നാൾ പ്രാക്ടീസ് ചെയ്തിട്ടും ആ ഒരു മാജിക് മാത്രം ഇവന് പഠിച്ചെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവനിപ്പോ അവന്റെ മാസ്റ്ററിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇതേപോലെ എനിക്ക് ആ ഒരു പ്രൊഡക്ഷൻ മന്ത്രങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല, അതെനിക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നില്ല, എന്നാലും ബാക്കിയുള്ള മന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മാസ്റ്ററിനെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവന് നേരെ ചില മാജിക്കുകൾ ഉപയോഗിച്ചിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അവന് മുന്നിലായിട്ട് ഒരു പോർട്ടൽ ഉണ്ടാക്കിയതിനു ശേഷം ആ അറ്റാക്കിൽ നിന്നും വളരെ ഈസി ആയിട്ട് തന്നെ അവൻ രക്ഷപ്പെടുകയാണ്. മാസ്റ്റർ ഇപ്പോൾ അവന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, നീ വളരെ നന്നായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, എന്നാൽ ഒരു ഇൻയാങ് മാസ്റ്റർ ആവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ പ്രൊഡക്ഷൻ മന്ത്രങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇവർ നിൽക്കുന്നതിന്റെ തൊട്ട് ബാക്കിലുണ്ടായിരുന്ന ആ ഒരു വലിയ മഞ്ഞുമല അതിശക്തമായിട്ട് ഇങ്ങനെ കുലുങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ അതെന്താണെന്നൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്നാൽ മാസ്റ്ററിന് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. മാസ്റ്റർ ഇപ്പൊ പെട്ടെന്ന് അവിടെ ഒരു പോർട്ടൽ ഉണ്ടാക്കിയതിനു ശേഷം നമ്മുടെ ഹീറോയെ അതിലൂടെ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട്. ആക്ച്വലി ആ ഒരു മഞ്ഞമലയ്ക്കുള്ളില് വലിയൊരു മോൺസ്റ്റർ സ്നേക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ലോക്കെല്ലാം പൊളിച്ചുകൊണ്ട് അത് പുറത്തേക്ക് വരാൻ ഒരുങ്ങാണ്. മാസ്റ്റർ ഇപ്പോ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ സോൾ സ്റ്റുഡൻസിനെ വിളിച്ചു വരുത്താണ്. ഉടനെ തന്നെ ഒരു 3 പേര് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ സോൾ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ്റ്ററിന് വേണ്ടിയിട്ട് അവർ മരിക്കാൻ വരെ തയ്യാറായിരുന്നു. ഇപ്പൊ 3 പേരും മാസ്റ്ററും ചേർന്നിട്ട് അവരുടെ മന്ത്രശക്തി കൊണ്ട് ആ ഒരു മോൺസ്റ്ററിനെ തടഞ്ഞു നിർത്തുകയാണ്. ഈ ഒരു സമയത്തേക്കും നമ്മുടെ ഹീറോയും അതുപോലെ തന്നെ മാസ്റ്ററിന്റെ ബാക്കിയുണ്ടായിരുന്ന ശിഷ്യന്മാരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്നേക്കിനെ കണ്ടിട്ട് ഷോക്കായി അങ്ങനെ നിൽക്കുകയാണ്. കാരണം അത്രയും വലിയൊരു സ്നേക്ക് ആയിരുന്നു അത്. ഈ സോൾ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അതിനെ അടക്കി നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ മന്ത്രശക്തികളെല്ലാം തകർത്ത് കളഞ്ഞിട്ട് ഇവർക്ക് നേരെ നീണ്ടു വരുന്നുണ്ട്. അത് അതിന്റെ നാക്ക് ഉപയോഗിച്ചിട്ട് ഇവർക്ക് നേരെ വിഷം എയ്യാണ്. മാസ്റ്റർ ഇപ്പോ അദ്ദേഹത്തിന്റെ എല്ലാ സ്റ്റുഡൻസിനോടും ഷീൽഡുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അവരെല്ലാവരും ഇപ്പോൾ അത് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. എന്നാൽ നമ്മുടെ ഹീറോയ്ക്ക് മാത്രം ഇതേപോലുള്ള ഷീൽഡുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ. അവൻ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും ആ ഒരു ഷീൽഡ് ഉണ്ടാവുന്നുണ്ടായിരുന്നില്ല. മാസ്റ്റർ ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഷീൽഡ് ഇവന് നേരെ നീട്ടുകയാണ്. അങ്ങനെ ആ ഒരു അറ്റാക്കിൽ നിന്നും മാസ്റ്റർ ഇവനെ രക്ഷിക്കുന്നുണ്ട്. എന്നാൽ മാസ്റ്ററിന്റെ ഷീൽഡ് നമ്മുടെ ഹീറോയ്ക്ക് മുന്നിലേക്ക് നീട്ടിയതുകൊണ്ട് തന്നെ മാസ്റ്ററിന്റെ ശരീരത്തിലേക്ക് ആ വിഷം തട്ടിയിട്ട് കാര്യമായിട്ടുള്ള അപകടം തന്നെ മാസ്റ്ററിന് പറ്റുന്നുണ്ട്. ഈ ഒരു കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ സോൾ സ്റ്റുഡൻസിൽ ഉണ്ടായിരുന്ന ഈ ഒരു ചെറിയ സ്റ്റുഡന്റിന് ഒരുപാട് വിഷമാവുന്നുണ്ട്. എന്റെ മാസ്റ്ററിനെ നീ അറ്റാക്ക് ചെയ്യുന്നോ എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ഒരുപാട് ദേഷ്യത്തില് ഈ സ്നേക്കിന് നേരെ പാഞ്ഞു പോവാണ്. അവൻ അതിന്റെ വായിലേക്ക് എടുത്തു ചാടിയിട്ട് അവിടെ വെച്ചിട്ട് ഈ സ്നേക്കിനെ ആക്രമിച്ച് കൊന്നു കളയുന്നുണ്ട്. ഇവനിങ്ങനെ ഈ ഒരു സ്നേക്കിന്റെ ഉള്ളിലേക്ക് ചാടിയതുകൊണ്ട് തന്നെ അവൻ അവിടെ വെച്ചിട്ട് ആ ഒരു സ്നേക്കിനോടൊപ്പം തന്നെ മരിച്ചു പോവാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതെല്ലാം നടന്ന അതേ സ്ഥലത്ത് തന്നെ നമ്മുടെ ഹീറോയും അതുപോലെ തന്നെ ആ ഒരു മാസ്റ്റർ നിൽക്കുന്നുണ്ട്. ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു. ഇവന് ഷീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കാത്തതുകൊണ്ടാണല്ലോ ആ പാമ്പിന്റെ വിഷം മാസ്റ്ററിന് നേരെ വന്നത്. ആ വിഷമെല്ലാം ബാധിച്ചിട്ട് മാസ്റ്റർ മെല്ലെ മെല്ലെ വീക്കായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് ഒരുപാട് വിഷമാവുന്നുണ്ട്. മാസ്റ്ററിന് എന്റെ കുറ്റം കൊണ്ടാണ് ഇങ്ങനെ എല്ലാം സംഭവിച്ചത്. മാസ്റ്റർ പറയുന്ന എന്ത് കാര്യവും ഞാൻ അനുസരിക്കാം, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. മാസ്റ്റർ ആദ്യം അവനൊന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. നിനക്കറിയോ, നമ്മളിപ്പോ കൊന്നിട്ടുള്ള ഈ ഒരു സ്നേക്കില്ലേ, അത് വെറും ഒരു ഷാഡോ മാത്രമാണ്. അതിന്റെ റിയൽ ആയിട്ടുള്ള വെർഷൻ ഇവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നീ സിറ്റിയിലേക്ക് പോയിട്ട് ആ ഒരു പാമ്പിനെ കണ്ടുപിടിച്ച് കൊന്നു കളയണം, അതാണ് നീ എനിക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് മാസ്റ്റർ ഒരു കഥ പറഞ്ഞു തുടങ്ങുകയാണ്. ഭൂമി ഉണ്ടായ സമയത്ത് തന്നെ ഈ ഒരു മോൺസ്റ്റർ സ്നേക്ക് ഉണ്ടായിട്ടുണ്ട്. അന്നുണ്ടായിരുന്ന മാസ്റ്റർ ഒരു 4 ആളുകളെയും കൂടി കൂട്ടിയിട്ടാണ് ഈ ഒരു സ്നേക്കിനെ ഒതുക്കി നിർത്തിയിട്ടുള്ളത്. അത് ഇത്രയും നാളും ഫ്രീസ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഈ മോൺസ്റ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരിക്കലും പ്രായമാവില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും അതിന്റെ കെട്ടുപാടുകളിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. സ്നേക്കിന്റെ ഷാഡോ പുറത്തു വന്ന സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു റിയൽ ആയിട്ടുള്ള സ്നേക്കും പുറത്തു വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സിറ്റിയിൽ എവിടെയാണ് ആ ഒരു സ്നേക്ക് ഉള്ളത്? അതൊരു പെൺകുട്ടിയുടെ ശരീരത്തിലായിരിക്കും ഇപ്പോൾ ഒളിച്ചിരിക്കുന്നുണ്ടാവുക. നീ സിറ്റിയിലേക്ക് പോയിട്ട് എത്രയും പെട്ടെന്ന് അതിനെ കണ്ടുപിടിച്ച് കൊന്നു കളയണം. നീ നിന്റെ അവസാനമായിട്ടുള്ള ആ ഒരു മാജിക് സിറ്റിയിൽ പോയിട്ട് പഠിക്കാൻ പോവാണ്, അപ്പോൾ അതിനായിട്ട് തയ്യാറായിക്കോളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ ഒരു സമയത്തേക്കും മാസ്റ്ററിന്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ ഒരു വിഷം അത് ഭയങ്കരമായിട്ട് മൂർച്ഛിക്കുകയാണ്. നമ്മുടെ ഹീറോയുടെ കൺമുന്നിൽ വെച്ചിട്ട് തന്നെ മാസ്റ്റർ അവിടെ മരിച്ചു വീഴുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് ഹീറോയ്ക്ക് ഒരുപാട് വിഷമമാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഈ നാടിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ് കാണിക്കുന്നത്. അത് വളരെ വലിയൊരു സിറ്റി ആയിരുന്നു. രാജകൊട്ടാരത്തില് ആ ഒരു രാജകുമാരിയും കാണിക്കുന്നുണ്ട്. രാജകുമാരി ഇപ്പോ അവളുടെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് നമ്മുടെ നാട്ടിലേക്ക് ആ ഒരു 4 മന്ത്രവാദികൾ വരുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ
ഡീമണിനെ റെഡിയാക്കണമെന്ന് ഓർഡർ കൊടുക്കുന്നുണ്ട്. തുടക്കത്തിൽ നമ്മുടെ മാസ്റ്റർ ഒരു പാമ്പിനെ അടക്കി നിർത്തിയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? ആ ഒരു ഗ്യാങ്ങിൽപ്പെട്ട ആ 4 മന്ത്രവാദികളും അവരവരുടെ നാട്ടിലേക്ക് പോയിട്ട് ഈ ഒരു മന്ത്രവിദ്യ എല്ലാം അവരുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ ഹീറോ. ഹീറോ ഇപ്പോ ഈ ഒരു സിറ്റിയിലേക്ക് വരാണ്. ഇതേ സമയത്ത് തന്നെ അവിടെ ഒരാൾ ഫ്ലൂട്ടും വായിച്ച് നിൽക്കുന്നുണ്ട്. അവന്റെ പേര് ബോയ എന്നാണ്. നമ്മുടെ ഹീറോയെ പോലെ തന്നെ ആ ഒരു 4 മാസ്റ്റേഴ്സില് വേറൊരു മാസ്റ്ററുടെ ശിഷ്യനായിരുന്നു ഈ ബോയ. ഇതേ സമയത്ത് തന്നെ ഈ സിറ്റിയിൽ ഒരു ഡീമണിന്റെ പ്രസൻസ് നമ്മുടെ ഹീറോയും ബോയും ഡിറ്റക്ട് ചെയ്യാണ്. അവർ രണ്ടുപേരും കൂടിയിട്ട് അവനെ കണ്ടുപിടിക്കുന്നുണ്ട്. ഉടനെ തന്നെ ബോയ് അവന്റെ വെപ്പൺ എടുത്തിട്ട് ഈ ഡീമണിനെ നശിപ്പിക്കാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ കറക്റ്റ് ആയിട്ട് ഹീറോ ഇപ്പൊ മുന്നിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. നമ്മൾ ഡീമണെ കണ്ടുപിടിച്ചു എന്ന് വിചാരിച്ചിട്ട് അവരെ പെട്ടെന്ന് കൊന്നു കളയാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡീമൺസിൽ തന്നെ നല്ലതും ചീത്തയുമായിട്ടുള്ള ആളുകളുണ്ട്. അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വേണം നമ്മൾ അവരെ കൊല്ലണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ എന്നിങ്ങനെ പറയാണ്. ഹീറോ പറഞ്ഞതുപോലെ തന്നെ അത്രയും അപകടകാരിയായിട്ടുള്ള ഒരു ഡീമൺ ഒന്നും അല്ലായിരുന്നു അത്. അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എന്റെ പേര് കില്ലിംഗ് സ്റ്റോൺ എന്നാണ്. എനിക്കൊരു ലവർ ഉണ്ട്. അവൾക്ക് വേണ്ടിയിട്ട് ഒരു ഗിറ്റാർ എടുക്കാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതല്ലാതെ ആരെയും ഉപദ്രവിക്കാനല്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നാൽ ഇതൊന്നും തന്നെ ബോയെ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അവനിപ്പോ കില്ലിംഗ് സ്റ്റോണിനെ കൊല്ലാനായിട്ട് അവന്റെ പുറകെ തന്നെ ഓടുകയാണ്. എന്നാൽ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ബോയോട് ഫൈറ്റ് ചെയ്തിട്ട് കില്ലിംഗ് സ്റ്റോണിനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ബോയും നമ്മുടെ ഹീറോയും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഈ ഒരു ഫൈറ്റിൽ നമ്മുടെ ഹീറോ നല്ല മാസമായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ബോയ്ക്ക് അവന് തൊടാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവിടെ ഒരു പോർട്ടൽ ഉണ്ടാക്കിയിട്ട് ഹീറോ ഇപ്പോ ബോയനെ അവിടുന്ന് എടുത്തോണ്ട് പോവാണ്. വേറൊരു സ്ഥലത്ത് ബോയെ കൊണ്ട് ട്രാപ്പ് ചെയ്തതിനു ശേഷം അവൻ വീണ്ടും തിരിച്ചു വരാണ്. കില്ലിംഗ് സ്റ്റോൺ അവന്റെ ജീവൻ രക്ഷിച്ചുകൊണ്ട് തന്നെ ഹീറോയോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്നെ സോൾ സ്റ്റുഡന്റ് ആക്കാനായിട്ട് സാധിക്കുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഹീറോയും അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയ്ക്ക് മരിക്കാൻ പോലും തയ്യാറായിട്ട് ഒരു സോൾ സ്റ്റുഡന്റിനെ കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഹീറോ ഇപ്പൊ നേരെ അവിടെ ഒരു ടെമ്പിളിലേക്ക് കയറി ചെന്നിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് ആ ഒരു 4 മന്ത്രവാദികളുടെ തലമുറയിൽപ്പെട്ടിട്ടുള്ള ആളുകളും മീറ്റ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ആള് നമ്മുടെ ഹീറോയാണ്. രണ്ടാമത്തെ ആള് ഇവനോട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ബോയ തന്നെയായിരുന്നു. മൂന്നാമത് വന്നത് ഒരു പെൺകുട്ടിയാണ്. അവളുടെ പേര് ലങ് എന്നാണ്. അങ്ങനെ ഇവർ 3 പേരും മീറ്റ് ചെയ്തിട്ട് അവിടുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത്രയും സമയമായിട്ടും 4മത്തെ ആള് ഇങ്ങോട്ടേക്ക് വന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇതേ സമയത്ത് 4മതൊരാൾ കൂടി അങ്ങോട്ടേക്ക് വരാണ്. ഇത് ഇവർ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു മന്ത്രവാദി ആയിരുന്നില്ല. ഈ ഒരു ടെമ്പിൾ റൺ ചെയ്യുന്ന മാസ്റ്റർ സോയിനർ കിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു. നിങ്ങൾക്ക് മുന്നേ തന്നെ 4മത്തെ ആ ഒരു മാസ്റ്റർ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് എന്തോ യാത്രാക്ഷീണാണെന്ന് തോന്നുന്നുണ്ട്. റൂമിലേക്ക് പോയിട്ട് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇപ്പൊ പോയി റെസ്റ്റ് എടുക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇയാളെ കണ്ട സമയത്ത് തന്നെ എന്തോ ഒരു ഭയങ്കര ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ഫീല് വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. നമ്മുടെ ഹീറോ ഇവർ മീറ്റ് ചെയ്യാറുള്ള ആ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ്. എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് എന്തിനാണ്? ആ ഒരു ഡീമൺ സ്നേക്കിന് വീണ്ടും ജീവൻ വരാൻ പോവാണ്. എങ്ങനെയെങ്കിലും ഈ 4 മാസ്റ്റേഴ്സും കൂടിയിട്ട് അതിന് വീണ്ടും നശിപ്പിച്ചേ മതിയാവൂ. ഈ ഒരു സമയപ്പത്തേക്കും ഈ നാട്ടിലെ രാജകുമാരിയും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. 10-30 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർ ഇതുവരെ മാരേജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഭയങ്കര മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാണ് അവരങ്ങനെ ചുറ്റി നടക്കുന്നുണ്ടായിരുന്നത്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ പോലും ആ ഒരു 3 മാസ്റ്റേഴ്സ് മാത്രമേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. 4മത്തെ ആള് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിനെ പറ്റിയിട്ടൊക്കെ ആ ഒരു രാജകുമാരി ചോദിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ രാജകുമാരിയുടെ ഒരു അസിസ്റ്റന്റ് ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് അവിടേക്ക് ഓടി വരുന്നുണ്ട്. ആ 4മത്തെ മന്ത്രവാദി പുറത്ത് മരിച്ചു കിടക്കുന്നുണ്ട് എന്നൊക്കെ വിറച്ചുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് വിളിച്ചു പറയാണ്. ഇത് കേട്ടിട്ട് എല്ലാവരും നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. ആ ഒരു വാർത്ത നാട് മുഴുവനും പരക്കുകയാണ്. നാട്ടിലുണ്ടായിരുന്ന ആളുകൾ മുഴുവനും നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ 4 പേരും ഒന്നു ചേർന്നാൽ മാത്രമേ ഉള്ളൂ ആ ഒരു പാമ്പിനെ അടക്കി നിർത്താനായിട്ട് സാധിക്കുക. ഇനിയിപ്പോ എങ്ങനെയാണ് അതിനെ തടുക്കുന്നത്? ഇതെല്ലാം അറിഞ്ഞിട്ട് ഇപ്പൊ രാജകുമാരി ഇവരെല്ലാരെയും കൊട്ടാരത്തിലേക്ക് വിളിക്കുകയാണ്. അവിടെ ഈ നാട് ഭരിക്കുന്ന റാണി എങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. 4മത്തെ മാസ്റ്റർ മരിച്ചുപോയത് അറിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങളെല്ലാം ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ഒരു സ്നേഹിനെ കണ്ടുപിടിച്ച് നശിപ്പിച്ച് കളയണം. നിങ്ങളുടെ കൂട്ടത്തില് 4മതായിട്ടുള്ള മാസ്റ്ററായിട്ട് ഈ ടെമ്പിൾ നടത്തുന്ന മാസ്റ്റർ നോയിനർ കിന്നിനെ ആഡ് ചെയ്തോളൂ. അത് മാത്രമല്ല 4മത്തെ ആ ഒരു മന്ത്രവാദിയുടെ മരണത്തിന് കാരണം അതാരാണെന്നുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നിങ്ങനെ ഒരു ഉത്തരവ് കൊടുക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് എല്ലാവരും ഓക്കെ പറയാണ്. എന്നാൽ നമ്മുടെ ഹീറോയ്ക്ക് മാത്രം ഇതൊക്കെ കേട്ടിട്ട് എന്തോ ഒരു ബാഡ് ഫീലിംഗ് വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ മാസ്റ്റർ ഇവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു സ്നേക്ക് ഉള്ളത് ഒരു ലേഡിയുടെ ശരീരത്തിലാണെന്ന്. ഈ റാണിയുടെ ശരീരത്തിലാണോ അതുള്ളത് എന്നൊരു ഡൗട്ട് ഇപ്പോ നമ്മുടെ ഹീറോയ്ക്ക് വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോയ്ക്ക് അവരുടെ അടുത്തേക്കൊന്നും പോകാനായിട്ടുള്ള അധികാരം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇവർ 4 പേരും കൂടിയിട്ട് വീണ്ടും തിരിച്ച് ആ ഒരു ടെമ്പിളിലേക്ക് വരികയാണ്. അവിടെയാണല്ലോ ആ ഒരു 4മത്തെ മന്ത്രവാദി മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നത്. എല്ലാവരും കൂടി അവിടെ വന്ന് നിൽക്കുകയാണ്. ഇവർക്കാണെന്നുണ്ടെങ്കിൽ എത്ര ആലോചിച്ചിട്ടും ഇതെങ്ങനെയാ സംഭവിച്ചെന്നുള്ളത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. മാസ്റ്ററിന്റെ കഴുത്തിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരാളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഡീമൺസ് ആയിരിക്കും. ഇന്നലെ നമ്മുടെ ഈ ഒരു സിറ്റിയിലേക്ക് ഒരുപാട് ഡീമണുകൾ വന്നതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ ലിൻ പറയാണ്. ഇത് കേട്ടിപ്പോ ബോയും പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇന്നലെ വരുന്ന വഴിക്കും ഇതുപോലൊരു ഡീമനെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഡീമൺസിനെ കണ്ടുപിടിക്കാനായിട്ട് എന്റെ കയ്യിലൊരു വിദ്യയുണ്ട് എന്നിങ്ങനെ ലിന്ന് പറയാണ്. ഇവളുടെ കുറച്ച് അസിസ്റ്റൻസ് ഒരു പാത്രത്തില് കുറച്ച് മീനുകളുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ മീനുകൾക്ക് ഒരു പ്രത്യേകതരം കഴിവുണ്ട്. എവിടെയെങ്കിലും നെഗറ്റീവ് എനർജികൾ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് ഈ മീനുകളെല്ലാം കൂടി ഒരുമിച്ച് തിരിയും എന്ന് പറഞ്ഞിട്ട് ലിന്നിപ്പോ ആ ഒരു മീനുകളെ അവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ്. ഉടനെ തന്നെ ഈ മീനുകൾ നമ്മുടെ ഹീറോ നിൽക്കുന്നുണ്ടായിരുന്ന ആ ഒരു ഭാഗത്തേക്ക് തിരിയാണ്. ഇത് കണ്ടിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഷോക്ക് ആവുന്നുണ്ട്. ഹീറോയും ചെറുതായിട്ട് പേടിച്ചങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ രാജകുമാരി ആണെന്നുണ്ടെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഓർഡർ കൊടുക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് നമ്മുടെ ബോയ അതിനെ തടുക്കുകയാണ്. രാജകുമാരി ഇവനാവാനായിട്ട് ഒരു സാധ്യതയില്ല. കാരണം ഇവൻ ഇവിടേക്ക് വന്ന സമയം മുതലേ ഞാൻ ഇവനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഇവനെ നിരീക്ഷിക്കാനായിട്ട് ഞാൻ ഒരു ബഗ് വരെ അയച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഈ ഒരു മീനുകൾ
മീനുകൾ ഇവന്റെ സൈഡിലേക്ക് തിരിഞ്ഞെന്ന് പറയാണ്. അതേസമയത്ത് തന്നെ ഹീറോ അവന്റെ ശരീരത്തിലുണ്ടായിരുന്ന ഒരു ബഗ് പുറത്തെടുക്കുകയാണ്. ഈ ഒരു ബഗ് ഇവന്റെ ശരീരത്തിലേക്ക് വെച്ചത് ലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെൺകുട്ടിയായിരുന്നു. ഇതും ഒരു ചെറിയ കുട്ടിച്ചാത്തനാണ്. ഇതിനെ കണ്ടിട്ടായിരിക്കും ആ ഒരു മീനുകൾ എന്റെ സൈഡിലേക്ക് തിരിഞ്ഞിട്ടുള്ളത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവനിപ്പോ അവരെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ബഗിനെ അവൻ അവിടുന്ന് മാറ്റിയ ഉടനെ തന്നെ ഈ ഒരു മീനുകളെല്ലാം കൂടിയിട്ട് നമ്മുടെ രാജകുമാരിയുടെ നേരെ തിരിയാണ്. ഇത് കണ്ട സമയത്ത് പെട്ടെന്ന് ലിന്ന് പറയുന്നുണ്ട്, രാജകുമാരി എന്നോട് ക്ഷമിക്കണം, ഈ ഒരു മീനുകൾക്ക് എന്തോ പ്രശ്നമുണ്ട്, ഇത് ശരിക്കും വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് അവിടുന്ന് എടുത്ത് മാറ്റാണ്. ശരി, ആ ഒരു സ്നേഹിനെ തടുക്കാനായിട്ട് നമ്മുടെ ഗാർഡിയൻസിന് നിങ്ങൾ എനർജി ഫീഡ് ചെയ്യണം, അതേനെ ഒരു വഴിയില്ലോ എന്ന് പറഞ്ഞിട്ട് രാജകുമാരി അവിടുന്ന് പോവാണ്. ഹീറോ ഇപ്പൊ നേരെ ബോയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഹീറോയിന്റെ ആ ഒരു കോട്ടിൽ നിന്നും 2-3 മണികൾ എടുത്തിട്ട് ബോയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഈ മണികളാണ് നമ്മുടെ ഹീറോയുടെ കൂടെ നിന്നിട്ട് അവനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ബോയ്ക്ക് കൃത്യമായിട്ട് എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബോയും ഇപ്പോൾ അവന്റെ ശരീരത്തിൽ നിന്നും ഒരു 3-4 പേപ്പറിന്റെ കഷ്ണങ്ങൾ എടുക്കുകയാണ്. ഈ പേപ്പറിന്റെ കഷ്ണങ്ങൾ നമ്മുടെ ഹീറോ ആയിരുന്നു അവന്റെ ശരീരത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അതുവഴി ബോയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ഹീറോയ്ക്ക് മനസ്സിലാവും. അപ്പോൾ അവരവർ വെച്ചിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ രണ്ടുപേരും കൈമാറാണ്. അതേസമയത്ത് തന്നെ ലിങ്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവളുടെ കയ്യിൽ ഒരുപാട് മണികളും അതുപോലെ തന്നെ ഒരുപാട് പേപ്പറിന്റെ കഷ്ണങ്ങളും ഉണ്ടായിരുന്നു. അതിപ്പോ ഇവർക്ക് മുന്നിലേക്ക് ഇട്ടിട്ട് അവൾ ദേഷ്യപ്പെട്ടിട്ട് അവിടുന്ന് നടന്നു പോവാണ്. ഇവർ രണ്ടുപേരും അവളെ നിരീക്ഷിക്കാനായിട്ട് വെച്ചതായിരുന്നു അതെല്ലാം. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ ബോയെ എണീറ്റിട്ട് ആ ഒരു ടെമ്പിളിലേക്ക് വരാണ്. എന്നാൽ ആ ഒരു സമയത്ത് ഇവന്റെ തൊട്ടു പുറകിലായിട്ട് ഒരു ഡീമന്റെ പ്രസൻസ് അവന് ഫീൽ ചെയ്യുന്നുണ്ട്. അവൻ അരയിൽ കരുതിയിട്ടുണ്ടായിരുന്ന ആ ഒരു വാള് ഇപ്പൊ വലിച്ചൂരുന്നുണ്ട്. പെട്ടെന്ന് തിരിഞ്ഞ് ആ ഒരു ഡീമന്റെ നേരെ അവനത് വീശാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ വന്നിട്ട് അവനെ തടുക്കുന്നുണ്ട്. അവിടേക്ക് വന്നത് ഒരു ലേഡി ഡീമൺ ആയിരുന്നു. ജസ്റ്റ് മിസ്സിനാണ് അവള് ബോയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത്. പെട്ടെന്ന് അവളൊരു ചിത്രശലഭമായിട്ട് മാറിയിട്ട് അവിടുന്ന് പറന്നു പോവാണ്. ബോയെ ഇപ്പൊ ദേഷ്യത്തോടെ നമ്മുടെ ഹീറോനോട് അവൾ ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവളുടെ പേര് ഹണി ബഗ് എന്നാണ്, എന്റെ ഒരു സോൾ സ്റ്റുഡന്റ് ആണ് അവള് എന്നിങ്ങനെ ഹീറോ പറയാണ്. ഇത് കേട്ട സമയത്ത് തന്നെ ബോയ്ക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. നീ ഒരു ഇന്ത്യാങ് മാസ്റ്റർ അല്ലേ, എന്നിട്ട് ഈ ഡീമൺസിനെയൊക്കെ സോൾ സ്റ്റുഡന്റ് ആയിട്ട് വെച്ചോണ്ടിരിക്കുകയാണോ? അങ്ങനെയൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് ബോയ് അവിടുന്ന് പോകുന്നുണ്ട്. അന്ന് രാത്രി ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവം നടക്കാൻ പോവാണ്. ഇവരുടെ ഗാർഡിയൻസിനെല്ലാം എനർജി കൊടുക്കണമെന്ന് നമ്മുടെ റാണി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് വന്നിട്ടുള്ള ആ ഒരു 4 മാസ്റ്റേഴ്സും ചേർന്നിട്ട് ഇവിടെയുള്ള ഡീമണുകളെ നശിപ്പിച്ചിട്ട് അതിന്റെ എനർജി എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. ആ ഒരു എനർജി ഗാർഡിയൻസിന് ഫില്ല് ചെയ്യണം. അങ്ങനെ ബോയ് ഇപ്പോൾ ഡീമൺ ഹണ്ടിങ്ങിന് ഇറങ്ങുകയാണ്. ലിങ്ങും ഒരു ഡീമന്റെ കൂടെ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ആ ഡീമണിന്റെ എനർജി അവള് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം ബോയ ഗാർഡിയൻ സ്റ്റാച്ചുവിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇവൻ ശേഖരിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു എനർജി മുഴുവനും ഈ സ്റ്റാച്ചുവിലേക്ക് ഫില്ല് ചെയ്യാണ്. ഈ ഒരു പ്രോസസ്സ് ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വരാൻ പോകുന്ന ആ ഒരു ഡീമൺ സ്നേക്കിനെ അടക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു പ്രോസസ് എല്ലാം ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ മാസ്റ്റർ സോയിനർക്കിനെ കാണാനായിട്ട് വന്നതാണ്. നിങ്ങൾ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, നിങ്ങൾ സത്യം പറയണം, നിങ്ങൾ ആരാണ് എന്നൊക്കെ ഹീറോ ഇപ്പോ മാസ്റ്റർ സോയിനർക്കിനോട് ചോദിക്കുന്നുണ്ട്. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയണമല്ലേ? ഞാൻ നിന്റെ മാസ്റ്ററിന്റെ ഒരു സോൾ സ്റ്റുഡന്റ് ആണ്, അദ്ദേഹമാണ് എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത്. ഈ ഒരു കാര്യം കേട്ട സമയത്ത് തന്നെ നമ്മുടെ ഹീറോ നല്ല രീതിയിൽ ഷോക്ക് ആവാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനും മാസ്റ്ററും തമ്മിൽ അത്രയും ക്ലോസ് ആയിരുന്നു. എന്നിട്ടും മാസ്റ്റർ സോയിനർക്കിനെ പറ്റിയിട്ടൊന്നും അദ്ദേഹം ഇവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ ഹീറോ ഇപ്പൊ പറയാണ് അതിന് യാതൊരു സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മാസ്റ്റർ മരിച്ചു പോയിട്ടുണ്ട്. മാസ്റ്റർ മരിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. അദ്ദേഹം എനിക്കൊരു ഓർഡർ തന്നിട്ടുണ്ട്, നമ്മുടെ റാണിയെ രക്ഷിക്കണം, അതുമാത്രമല്ല ഞാനും മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് സോയിനർക്കിൻ ഇപ്പോ അവന്റെ കൈ ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് അവന്റെ കയ്യിലും എന്തോ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞത് ശരിയാണ്, അവനും മെല്ലെ മെല്ലെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യം കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോ നല്ല രീതിയിൽ ഷോക്ക് ആവുകയാണ്. ഇയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഹീറോ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് ഒരു ഡൗട്ട് വരികയാണ്. നിങ്ങൾ എന്തിനാണ് റാണിയെ രക്ഷിക്കുന്നത്? അത് പിന്നെ റാണിയുടെ ഉള്ളിലാണ് ആ ഒരു ഡീമൺ സ്നേക്ക് ഉള്ളത്. ഈ ഒരു കാര്യം കേട്ട സമയത്ത് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് പെട്ടെന്ന് അവന്റെ മാസ്റ്റർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മ വരാണ്. ഏതോ ഒരു പെണ്ണാണ് ആ ഒരു സ്നേക്കിനെ കൺട്രോൾ ചെയ്യുന്നുള്ളത് മാസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അത് നമ്മുടെ റാണി തന്നെയാണെന്നുള്ളത് ഹീറോയ്ക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹീറോയും അതുപോലെ തന്നെ ബോയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഹീറോയ്ക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. ഈ ഒരു മെസ്സേജ് കണ്ട് ഷോക്കായിട്ട് നമ്മുടെ രാജകുമാരിയുടെ അടുത്തേക്ക് ഹീറോ ഓടുന്നുണ്ട്. ചെന്ന് നോക്കുന്ന സമയത്ത് രാജകുമാരിയുടെ ശരീരത്തിലേക്ക് ഏതോ ഒരു ഡീമൺ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവളുടെ ശരീരം മുഴുവനും ഒരുപാട് പുഴുക്കൾ അങ്ങനെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഹീറോ ഇപ്പോ അവന്റെ മന്ത്രശക്തികളെല്ലാം ഉപയോഗിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് രാജകുമാരിയുടെ ശരീരത്തിൽ നിന്നും പുറത്തെടുക്കുകയാണ്. എന്നാൽ ഈ ഒരു ഡീമൺസ് എല്ലാം നമ്മുടെ ഹീറോയിന്റെ ശരീരത്തിലേക്കാണ് കയറിയത്. ഹീറോ ഇപ്പൊ ബോയനെ വിളിച്ചിട്ട് ആ ഒരു പുഴുക്കളെല്ലാം അവന്റെ ശരീരത്തിൽ നിന്നും പുറത്തെടുക്കാനായിട്ട് പറയാണ്. ബോയ്ക്കാണെന്നുണ്ടെങ്കിൽ അത് കണ്ടു നിൽക്കാനേ സാധിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ ഹീറോയിന്റെ കണ്ണിന്റെ ഉള്ളിൽ കൂടിയെല്ലാം ആ ഒരു പുഴുക്കൾ അങ്ങനെ വരുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. ബോയ് ഇപ്പോ അവന്റെ മന്ത്രശക്തികൾ ഉപയോഗിച്ചിട്ട് ഹീറോയുടെ നെറ്റി വഴി ആ ഒരു പുഴുക്കളെല്ലാം വലിച്ചെടുക്കുകയാണ്. രാജകുമാരിയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡീമൺസ് എല്ലാം ശരീരത്തിൽ നിന്ന് പോയതും അവര് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇവരിങ്ങനെ എടുത്തിട്ടുള്ള ആ ഒരു ഡീമൺസിന്റെ എനർജിയും ഗാർഡിയൻ സ്റ്റാച്ചുവിലേക്ക് ഇവർ അയക്കുകയാണ്. ഇന്നൊരു ദിവസം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ ടയർഡായിരുന്നു. ഹീറോ ഇപ്പോ ഒരു ഡ്രിങ്ക്സിനായിട്ട് ബോയെ വിളിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടിയിട്ട് ഒരു ബാൽക്കണിയിൽ നിന്നിട്ട് ചെറുതായിട്ട് മദ്യമൊക്കെ കഴിച്ചിട്ട്
വെച്ചിട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോയ് ഇപ്പോൾ പറയുന്നുണ്ട്, ഈ ഡീമൺസ് ആണ് എന്റെ അമ്മയെ കൊന്നത്, അതുകൊണ്ടാണ് എനിക്ക് ഇവരോട് ഇത്രയും ദേഷ്യമുള്ളത്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഹീറോ പറയുന്നുണ്ട്, നിനക്ക് എന്റെ അമ്മയെ കുറിച്ച് അറിയോ? എന്റെ അമ്മ ഒരു വെയർവൂൾഫ് ആയിരുന്നു. ഡീമൺസിന്റെ വിഭാഗത്തിലാണ് പെടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ചെറുപ്പത്തിൽ എന്നെ ആരും തന്നെ നോക്കാനായിട്ടുണ്ടായിരുന്നില്ല. എല്ലാവർക്കും എന്നോട് വെറുപ്പായിരുന്നു. എന്നാൽ എന്റെ മാസ്റ്റർ അദ്ദേഹമാണ് എന്നെ ദത്തെടുത്തിട്ട് വളർത്തി ഇത്രയാക്കിയത്. ഈ ഒരു കാര്യമൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ ബോയും നല്ല രീതിയിൽ ഷോക്ക് ആവുകയാണ്. ഹീറോ ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കയ്യിലുള്ള ഒരു മാജിക്കൽ ഫാൻ പുറത്തെടുക്കുന്നുണ്ട്. ആ ഒരു ഫാൻ വഴി ബോയെ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഹീറോയുടെ മാസ്റ്റർ അവസാനമായിട്ടുണ്ടായിരുന്ന ആ ഒരു സീനിലേക്കാണ് ഹീറോ ഇപ്പോൾ ബോയെയും കൂട്ടിയിട്ട് വന്നിട്ടുള്ളത്. മാസ്റ്റർ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി പുറത്തെടുക്കുന്നുണ്ട്. ഈ കത്തി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആ ഒരു മോൺസ്റ്റർ സ്നേക്കിനെ നശിപ്പിച്ചിട്ടുള്ളത്. നീയും ഈ കത്തി ഉപയോഗിച്ചിട്ട് ആ ഒരു മോൺസ്റ്റർ സ്നേക്കിനെ ഇല്ലാതെയാക്കണമെന്ന് മാസ്റ്റർ പറയാണ്. ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഹീറോ നമ്മുടെ ബോയയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ അവൻ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബോയായിട്ട് ഷെയർ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. റാണിയാണ് ആ ഒരു മോൺസ്റ്റർ സ്നേക്കിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നൊരു കാര്യം മാത്രമല്ല നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പൊ മനസ്സിലായിട്ടുള്ളൂ. ഇപ്പോൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് റാണിയോട് സംസാരിക്കാനായിട്ട് വന്നതാണ്. റാണിയുടെ അടുത്ത് തന്നെയായിരുന്നു രാജകുമാരി ഇരിക്കുന്നുണ്ടായിരുന്നത്. എന്നെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. റാണി ഭയങ്കര ടയേർഡാണ്. നിങ്ങൾ പോയിട്ട് നാളെ വരുമോ, നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് രാജകുമാരി ഇപ്പോൾ അവരെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. നമ്മുടെ ലേഡി മാസ്റ്റർ ആയിട്ടുള്ള ലിങ്ക് അല്ലേ, അവള് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട് രാജകുമാരിയുടെ റൂമിലേക്ക് ഒരു ബഗ്ഗിനെ അയച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ബഗ് വഴി കിട്ടിയിട്ടുള്ള വിഷ്വൽസ് കണ്ടിട്ട് ലിങ്ക് ഇപ്പോൾ ചാടി എണീക്കുകയാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോയെയാണ് കാണിക്കുന്നത്. ഹീറോ ഇപ്പോൾ റൂമിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുറത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ഫൈറ്റ് നടക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു പോർട്ടൽ ഉണ്ടാക്കിയിട്ട് നേരെ അവൻ റാണിയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാസ്റ്റർ സോയിനർക്കിനും അതുപോലെ തന്നെ ലിങ്കും കൂടിയിട്ട് അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നത് തടയാനായിട്ട് ഹീറോ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ രണ്ടുപേരും തന്നെ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ലായിരുന്നു. ഭയങ്കരമായിട്ട് തന്നെ അവിടുന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ഹീറോ അവരെ ഫോഴ്സ് ചെയ്തിട്ട് തന്നെ ആ ഒരു ഫൈറ്റ് നിർത്തിക്കുകയാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, നിങ്ങൾ എന്തിനാ കിടന്ന് ഫൈറ്റ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഹീറോ ഇപ്പൊ വിളിച്ചു ചോദിക്കുന്നുണ്ട്. ഉടനെ തന്നെ നമ്മുടെ മാസ്റ്റർ സോയിനർക്കിന് പറയാണ്, ലിൻ നമ്മുടെ റാണിയെ കൊല്ലാൻ നോക്കി, അതുകൊണ്ടാണ് ഞാൻ അവളുടെ അടുത്ത് ഫൈറ്റ് ചെയ്യുന്നത്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ലിന്ന് പറയാണ്, ഞാനിവിടെ ആരെയും കൊല്ലാൻ നോക്കിയിട്ടൊന്നുമില്ല. ഇവിടെ ഒരുപാട് സത്യങ്ങൾ പറഞ്ഞിരിക്കുന്നുണ്ട്, അത് കണ്ടുപിടിക്കാൻ മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഇവിടെ ഈ ഒരു കാര്യം പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ ഒരു ഡീമൺ അങ്ങോട്ടേക്ക് വരികയാണ്. അതിനെ കാണാൻ തന്നെ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. നീളമുള്ള ഒരുപാട് മുടി പോലെയായിരുന്നു ആ ഒരു ഡീമൺ ഉണ്ടായിരുന്നത്. ഈ ഡീമൺ ഇപ്പോ ലിന്നിന്റെ കഴുത്തിൽ ചുറ്റി വരിഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ്. ലിന്നിന്റെ കഴുത്തിൽ ഒരുപാട് മുറിവുകൾ അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ഹീറോ ഞെട്ടിധരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഇതെല്ലാം ആരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അവനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലിന്നിപ്പോ താഴേക്ക് വീഴുന്നുണ്ട്. അവൻ ഓടിപ്പോയിട്ട് അവളുടെ അടുത്ത് മടിയിലേക്ക് കിടത്താണ്. നീ ഇപ്പോഴെങ്കിലും സത്യം പറ, ആരാണ് ഇതിനെല്ലാം കാരണം, എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയൊക്കെ ഹീറോ ഇപ്പോ ലിന്നിനോട് ചോദിക്കുന്നുണ്ട്. അവളാണെന്നുണ്ടെങ്കിൽ ജീവന് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്തേക്കും നമ്മുടെ രാജകുമാരി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. രാജകുമാരിയെ കണ്ട സമയത്ത് തന്നെ ലിന്നാണെന്നുണ്ടെങ്കിൽ രാജകുമാരി രാജകുമാരി എന്നിങ്ങനെ പറയുന്നുണ്ട്. അധിക നേരമൊന്നും അവൾക്ക് സർവൈവ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. ലിന്ന് മരിച്ചു പോവാണ്. ലിന്നിന്റെ കഴുത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടായിരുന്നു. മുൻപ് മരിച്ചിട്ടുള്ള ആ ഒരു മാസ്റ്ററിലെ അദ്ദേഹത്തിന്റെ കഴുത്തിലുണ്ടായിരുന്ന അതേ മുറിവുകൾ തന്നെയാണ് ഇവളുടെ കഴുത്തിലും ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു കാര്യങ്ങളെല്ലാം കണ്ട സമയത്ത് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് എന്തൊക്കെയോ ചെറിയ ചെറിയ ക്ലൂസ് എല്ലാം കിട്ടുന്നുണ്ട്. അവിടേക്ക് വന്നിട്ടുള്ള ആ ഒരു മുടി പോലുള്ള ഡീമൺ അല്ലേ, ആ ഒരു ഡീമണാണ് എല്ലാരെയും കൊന്നിട്ടുള്ളത്. എന്നാൽ അതിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് രാത്രി മാസ്റ്റർ സോയിനർക്കിന്റെ റൂമാണ് കാണിക്കുന്നത്. അവിടേക്ക് രാജകുമാരി വരുന്നുണ്ട്. രാജകുമാരിയുടെ കയ്യിലുണ്ടായിരുന്ന വാള് മാസ്റ്ററിന് നേരെ നീട്ടിയിട്ട് അവന്റെ അടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നീ എന്തിനാണ് ലിന്നിനെ കൊന്നത്? അവള് വെറും ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാളായിരുന്നില്ലേ? ഇപ്പോ മാസ്റ്റർ പറയാണ്, അത് പിന്നെ നമ്മുടെ സീക്രട്ട് അവള് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവളെ വെറുതെ എങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അപകടമാണ്. ഇപ്പോഴാണ് ആ ഒരു ട്വിസ്റ്റ് കാണിക്കുന്നത്. അതായത് ഈ ഒരു നാടിന്റെ റാണി അത് വേറെ ആരുമല്ല, ഈ ഒരു രാജകുമാരി തന്നെയാണ്. ഇവളുടെ കൺട്രോളിലാണ് ആ ഒരു സ്നേക്ക് മോൺസ്റ്റർ ഉള്ളത്. ഇവൾക്ക് മരണം ഉണ്ടായിരുന്നില്ല. ഈ നാട്ടിലെ റാണിയാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബൊമ്മ ഉണ്ടാക്കി വെച്ചിട്ട് ഇവള് തന്നെ രാജകുമാരിയായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആർക്കും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവള് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഈ നാട്ടിലുള്ള ആളുകളുടെ അത്യാഗ്രഹം കൂടുന്ന സമയത്ത് ആ ഒരു മോൺസ്റ്റർ സ്നേക്ക് പുറത്തേക്ക് വരും. അതായിരുന്നു ആ ഒരു ഡീമന്റെ വിധി. ഈ ഒരു സീക്രട്ടുകളെല്ലാം ലിന്ന് അവളുടെ ആ ഒരു ബഗ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും തന്നെ പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് ലിന്നിനെ കൊന്നത്. എന്നാൽ ഈ ഒരു മാസ്റ്റർ സോയിനർക്കിനും അതുപോലെ തന്നെ ഈ ഒരു രാജകുമാരിക്കും ഇവർ തമ്മിൽ എന്താണ് ബന്ധം? അതുപോലെ തന്നെ മാസ്റ്റർ സോയിനർക്കിനും നമ്മുടെ ഹീറോയുടെ മാസ്റ്ററും ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പല ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ വീഡിയോസും നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ഏകദേശം ഒരു ധാരണയെല്ലാം വന്നിട്ടുണ്ട്. എന്നാൽ അവന് മൊത്തത്തിൽ ഒരു ക്ലാരിറ്റി വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. മാസ്റ്റർ സോയിനർക്കിനും അതുപോലെ തന്നെ ഈ ഒരു രാജകുമാരിക്കും തമ്മിൽ എന്തോ ഒരു രഹസ്യം ഉള്ളതായിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പൊ ഫീൽ ചെയ്യാണ്. അത് കണ്ടുപിടിക്കുന്നതിനായിട്ട് ബോയും ഹീറോയും ചേർന്നിട്ട് ഒരു
ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ ഹീറോ രാജകുമാരിയെ കാണാനായിട്ട് അവരുടെ അറയിലേക്ക് പോകുന്നുണ്ട്. അതേ സമയത്ത് ബോയ പോയത് മാസ്റ്റർ സോയിനർക്കിനിന്റെ അടുത്തേക്കായിരുന്നു. രണ്ടുപേരും ഇവർക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം വെച്ചിട്ട് രാജകുമാരിയോടും സോയിനർക്കിനോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോ ഇപ്പോ അവന്റെ കയ്യിലുണ്ടായിരുന്ന അവന്റെ മാസ്റ്റർ കൊടുത്തിട്ടുള്ള ആ ഒരു വാള് പുറത്തെടുത്ത് കാണിക്കുന്നുണ്ട്. ഇത് എനിക്ക് എന്റെ മാസ്റ്റർ തന്നതാണ്. ഈ വാൾ ഉപയോഗിച്ചിട്ട് എനിക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ആ ഡീമൺ സ്നേക്കിനെ കൊന്നുകളയാനായിട്ട് സാധിക്കും. അങ്ങനെയൊക്കെ ഇവൻ പറയുന്നുണ്ട്. ഇത് കേട്ട സമയത്ത് തന്നെ രാജകുമാരി ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. അത് മാത്രമല്ല അവളുടെ കണ്ണ് നിറഞ്ഞു ഒഴുകുകയാണ്. എന്നാൽ നമ്മുടെ ഹീറോ അതൊന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ ബോയ സോയിനർ കിന്നിനോടും പറയുന്നുണ്ടായിരുന്നു. രാജകുമാരിയെ പോലെ ഈ ഒരു കാര്യങ്ങളൊന്നും ഒളിച്ചു വെക്കാനായിട്ട് സോയിനർ കിന്നിന് അറിയില്ലായിരുന്നു. അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സോയിനർ കിന്ന് ബോയോട് പറയാണ്. ബോയും ഇതെല്ലാം കേട്ടിട്ട് നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. ബോയ് ഇപ്പോ അവന്റെ വാളെടുത്തിട്ട് സോയിനർ കിന്നിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. എന്നാൽ സോയിനർ കിൻ ആണെന്നുണ്ടെങ്കിൽ അവനെയും അടിച്ചിട്ട് അവിടുന്ന് എസ്കേപ്പ് ചെയ്യാണ്. അവൻ നേരെ പോയത് നമ്മുടെ രാജകുമാരിയുടെ അടുത്തേക്കായിരുന്നു. ഈ ഒരു സമയപ്പോഴത്തേക്കും ഹീറോ ബോയയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ബോയ് ആണെന്നുണ്ടെങ്കിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹീറോയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ രാജകുമാരിയുടെ ഉള്ളിലാണ് ആ ഒരു മോൺസ്റ്റർ സ്നേക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവളൊരു ഇമ്മോർട്ടലാണ്. അവൾക്ക് ഒരിക്കലും വയസ്സാവില്ല. ഇങ്ങനെ ഇവൾ ഒരുപാട് കാലമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഹീറോയുടെ മാസ്റ്ററിനെ ഇവൾ കണ്ടുമുട്ടുന്നുണ്ട്. അങ്ങനെ ഇവർ തമ്മിൽ പ്രണയത്തിലാവാണ്. ഇത്രയും കാലം ഒറ്റയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്ന ഇവളുടെ ലൈഫിലേക്ക് നമ്മുടെ മാസ്റ്റർ കടന്നു വന്നതോടുകൂടി അവളുടെ ലൈഫിലുണ്ടായിരുന്ന ആ ഒരു വിരസത മുഴുവനായിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ ഇടയിൽ വെച്ചിട്ടാണ് മാസ്റ്റർ മരിക്കുന്നത്. ആ ഒരു കാര്യം അവൾക്ക് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മാസ്റ്ററിന്റെ സോൾ സ്റ്റുഡന്റിനെ വെച്ചിട്ട് മാസ്റ്ററിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഇവർ ശ്രമിക്കുകയാണ്. എന്നാൽ മാസ്റ്ററിന്റെ സോൾ സ്റ്റുഡന്റ് ആയിട്ടുള്ള സോയിനർഗിന് അവൻ മരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവൻ മരിക്കാതിരിക്കാനായിട്ട് ഇവനെ ഇമ്മോർട്ടൽ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാജകുമാരി ആ ഒരു ഡീമൺ സ്നേക്കിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ഈ ഒരു കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഷോക്ക് ആവുകയാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അത് ഈ ഒരു ലോകത്തിന് തന്നെ ഒരുപാട് ദോഷം ചെയ്യും. നമുക്ക് എത്രയും പെട്ടെന്ന് അവരെ തടയണമെന്ന് പറയാണ്. എന്നാൽ രാജകുമാരിയും സോയിനർക്കിനും കൂടിയിട്ട് നമ്മുടെ ഹീറോയിനെയും അതുപോലെ തന്നെ ബോയയെയും ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കുകയാണ്. ബോയെ ചെന്ന് വീണത് ഒരുപാട് മണൽ നിറഞ്ഞിട്ടുള്ള ഒരു വലിയ കുഴിയിലേക്കായിരുന്നു. ഹീറോയും മറ്റൊരു സ്ഥലത്താണുള്ളത്. ഓരോ നിമിഷം കഴിയുന്നോറും ബോയ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മെസ്സേജ് വഴി ഇവന്റെ സിറ്റുവേഷൻ എല്ലാം ബോയ നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ട്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവൻ നിൽക്കുന്ന സ്ഥലത്തുനിന്നും ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്തിട്ട് ബോയെ അവിടുന്ന് രക്ഷിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ രാജകുമാരിയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കരമായിട്ടുള്ള പെയിൻ വരുന്നുണ്ട്. പ്രസവ വേദന പോലെ തന്നെ അത്രയും ഭീകരമായിട്ടുള്ള ഒരു പെയിൻ ആയിരുന്നു അത്. കുറച്ചു സമയത്തിന് ശേഷം ഇവളുടെ ശരീരത്തിനുള്ളിൽ നിന്നും ഒരു പാമ്പ് പുറത്തേക്ക് വരികയാണ്. മാസ്റ്റർ സോയിനർക്കിന് അവന്റെ ശരീരത്തിനുള്ളിലേക്ക് ഈ ഒരു പാമ്പിനെ കടത്തിവിടാണ്. പെട്ടെന്ന് തന്നെ ഇവന്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ ഒരു ഇൻഫെക്ഷൻ എല്ലാം മാറുന്നുണ്ട്. അങ്ങനെ സോയിനർക്കിനും ഒരു ഇമ്മോർട്ടലായിട്ട് മാറിയിട്ടുണ്ട്. ഇത് കണ്ടുകഴിഞ്ഞപ്പോ നമ്മുടെ രാജകുമാരിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് മാസ്റ്ററിനെ തിരിച്ചുകൊണ്ടുവരാന്ന് ആലോചിച്ചിട്ട് അവൾക്ക് സമാധാനമാവാണ്. കുറച്ചു സമയത്തിന് ശേഷം സോയിനർക്കിന്റെ ശരീരം ആകാശത്തേക്ക് പറന്നു പോവാണ്. അവിടെ വെച്ചിട്ട് അത് വളരെ വലിയൊരു ഡീമൺ സ്നേക്കായി മാറാണ്. ഈ ഒരു കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ആ നാട്ടിലുള്ള ആളുകൾ മുഴുവനും ചെതറി ഓടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു മോൺസ്റ്റർ സ്നേക്കും മെല്ലെ മെല്ലെ എഴഞ്ഞ് മുന്നോട്ടേക്ക് നീങ്ങുകയാണ്. അതിന്റെ തലയ്ക്ക് മുകളിലാണ് മാസ്റ്റർ സോയിനർക്കിനും അതുപോലെ തന്നെ നമ്മുടെ രാജകുമാരി ഉള്ളത്. സോയിനർക്കിന് പറയാണ്, നമുക്ക് ഈ ഒരു നാട് വിട്ടിട്ട് ഒരിക്കലും പുറത്തേക്ക് പോകാൻ പറ്റില്ല. നമുക്കിവിടെ സന്തോഷമായിട്ട് ഒരുപാട് കാലം ജീവിക്കാം. ഇപ്പൊ രാജകുമാരി ആണെന്നുണ്ടെങ്കിൽ താഴേക്ക് നോക്കുകയാണ്. അവിടെ ഒരുപാട് ആളുകൾ പേടിച്ച് വരണ്ടിട്ട് നാല് ഭാഗത്തേക്കും ചെതറി ഓടുന്നുണ്ടായിരുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ അങ്ങനെ പകച്ചു നിൽക്കുകയാണ്. ഈ ഒരു കാഴ്ചയൊക്കെ കണ്ട സമയത്ത് നമ്മുടെ രാജകുമാരിയുടെ മനസ്സുമെല്ലാം മാറുന്നുണ്ട്. ഇവരെ എല്ലാരെയും കൊന്നിട്ട് വേണോ നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാൻ? അങ്ങനെ ആലോചിച്ചുകൊണ്ട് സോയിനർക്കിനെ കെട്ടിപ്പിടിച്ചിട്ട് ഈ ഒരു പാമ്പിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടുകയാണ്. ഇത് കണ്ടിട്ടുള്ള സോയിനർക്കിനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഷോക്ക് ആവുകയാണ്. ഈ ഒരു സമയത്ത് പാമ്പ് വന്നിട്ട് ഇവരെ താഴേക്ക് വീഴാതെ പിടിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു സ്നേക്ക് ഇങ്ങോട്ടേക്ക് വന്നത് ബോയയും അതുപോലെ തന്നെ നമ്മുടെ ഹീറോയും കുറച്ച് ദൂരത്ത് നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഈ നാട്ടിലുണ്ടായിരുന്ന ഗാർഡിയൻസിനൊന്നും ആ ഒരു സ്നേക്കിനെ തടയാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസ്റ്റർ സോയിനർക്കിന് വേണം ആ ഒരു ഗാർഡിയൻസിനെ എല്ലാം ആക്റ്റീവ് ആക്കി വെക്കാനായിട്ട്. എന്നാൽ മനഃപൂർവ്വം ആ ഒരു ഗാർഡിയൻസിനെ എല്ലാം സോയിനർക്കിന് ഡീആക്ടിവേറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇപ്പോ നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അവന്റെ സോൾ സ്റ്റുഡൻസിനെ എല്ലാം അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താണ്. ഇവരെല്ലാവരും തന്നെ ഇവരെ വേണ്ടിയിട്ട് മരിക്കാൻ വരെ തയ്യാറായിരുന്നു. ഇപ്പൊ എല്ലാവരും കൂടിയിട്ട് ആ ഒരു സ്നേക്കിനെ കൊല്ലാൻ തുടങ്ങുകയാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ കില്ലിംഗ് സ്റ്റോൺ അങ്ങോട്ടേക്ക് വരുന്നത്. അവനിപ്പോ പറന്നുപോയിട്ട് ആ ഒരു സ്നേക്കിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതേ സമയത്ത് സ്നേക്കിന്റെ ശരീരത്തിൽ നിന്നും മാസ്റ്റർ സോയിനർക്കിന്റെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്ന ആളുകളെ മുഴുവനും അവൻ ഒറ്റയ്ക്ക് തന്നെ അടിച്ചു പറത്താണ്. സോയിനർക്കിന്റെ ശരീരം മുഴുവനും ഇപ്പോ പാമ്പിന്റെ തൊലി പോലെയാണുള്ളത്. ആ ഒരു മാജിക്കൽ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ അവനുള്ളത് കൊണ്ട് തന്നെ ആർക്കും അവനെ തൊടാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ കണ്ടുകൊണ്ടിരുന്ന ബോയ ഇപ്പൊ പറയാണ്, നമുക്കിപ്പോ നമ്മുടെ നാലാമത്തെ ഗാർഡിയനെ ആക്ടിവേറ്റ് ചെയ്യാതെ വേറൊരു രക്ഷയില്ല, അത് നമുക്ക് ചെയ്യാന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു കാര്യം കേട്ട സമയത്ത് അത് ശരിയാണെന്നുള്ളത് നമ്മുടെ ഹീറോയ്ക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഈ ഒരു ഗാർഡിയനെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനൊരു ഡീമൺ ആയിട്ട് മാറും. പിന്നെ അവന് നല്ലവനായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ സോൾ സ്റ്റുഡന്റ് ആയിട്ട് മാറിയാലേ സാധിക്കുള്ളൂ. ബോയ് ഇപ്പൊ പറയാണ്, നീ എന്നെ നിന്റെ സോൾ സ്റ്റുഡന്റ് ആയിട്ട് മാറ്റില്ലേ എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് അവനിപ്പോ ആ ഒരു ഗാർഡിയന്റെ അടുത്തേക്ക് ഓടുന്നുണ്ട്. ആ ഒരു സ്റ്റാച്ചുവിന് മുകളിൽ കയറി
ഇരുന്നിട്ട് അവന്റെ മുഴുവൻ എനർജിയും ആ ഒരു സ്റ്റാച്ചുവിലേക്ക് കൊടുക്കുകയാണ്. ഇവന്റെ ശരീരത്തിൽ നിന്നും മുഴുവൻ എനർജി പോയതും അവൻ അവിടെ മയങ്ങി വീഴുന്നുണ്ട്. എന്നാൽ അടുത്ത സെക്കൻഡ് തന്നെ ആ ഒരു സ്റ്റാച്ചു മുഴുവനായിട്ട് പൊട്ടിത്തെറിക്കുകയാണ്. അതിന്റെ ഉള്ളിൽ നിന്നും ബോയ ഇപ്പോ പുതിയൊരു രൂപത്തിൽ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ അവനെ കണ്ട സമയത്ത് തന്നെ ഒരുപാട് അത്ഭുതമാണ്. ഹീറോ മെല്ലെ പോയിട്ട് ബോയെ അവന്റെ സോൾ സ്റ്റുഡന്റ് ആയിട്ട് മാറ്റാണ്. ഉടനെ തന്നെ ബോയ പറന്നു പോയിട്ട് സോയിനർ കിന്നുമായിട്ട് അതിഭീകരമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. എന്നാൽ അവൻ എന്തൊക്കെ ചെയ്തിട്ടും സോയിനർ കിന്നനെ കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്ന നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പൊ ഒരു കാര്യം മനസ്സിലാവുകയാണ്. ഇതിന്റെ എല്ലാം പ്രധാന കാരണം എന്ന് പറയുന്നത് ആ ഒരു രാജകുമാരിയാണ്. അവള് വിചാരിക്കാതെ ഇതൊന്നും തന്നെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഹീറോ ഇപ്പൊ പെട്ടെന്ന് തന്നെ അവിടെ ഒരു പോർട്ടൽ ഉണ്ടാക്കിയിട്ട് പാമ്പിന്റെ വയറിനകത്തുണ്ടായിരുന്ന നമ്മുടെ രാജകുമാരിയുടെ അടുത്തേക്ക് വരികയാണ്. രാജകുമാരിയെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് അവൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അവനിപ്പോ രാജകുമാരിയുടെ കൈയെടുത്തിട്ട് അവന്റെ നെറ്റിയിലേക്ക് വെക്കാണ്. അവിടുന്ന് നമ്മുടെ ഹീറോ രാജകുമാരിയെ ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. ഹീറോയും ഇവന്റെ മാസ്റ്ററും ഉണ്ടായിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക്. മാസ്റ്റർ മരിക്കുന്നതിന് തൊട്ടു മുന്നേ ഇവൻ ആ ഒരു സ്നേഹിക്കിനെ കൊല്ലുന്നതിനായിട്ട് അദ്ദേഹത്തിന്റെ വാള് കൊടുത്ത ആ ഒരു കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം മാസ്റ്റർ ഇവളുടെ കണ്ണിന്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ മരിച്ചു പോകുന്നുണ്ട്. രാജകുമാരിക്കാണെന്നുണ്ടെങ്കിൽ അത് തീരെ താങ്ങാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ ഭയങ്കരമായിട്ട് അലറിയടിച്ച് കരയാണ്. എന്നാൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. അവൾക്ക് മാസ്റ്ററിന്റെ അടുത്തേക്ക് പോകാൻ വരെ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇവളുടെ കൺമുന്നിൽ വെച്ചിട്ട് മാസ്റ്റർ മരിച്ചു കണ്ടുകഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു മരണം അവൾക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഇവൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം തെറ്റാന്നുള്ളത് നമ്മുടെ രാജകുമാരിക്ക് മനസ്സിലായിട്ടുണ്ട്. ഹീറോ ഇപ്പോ ഉടനെ തന്നെ രാജകുമാരിയെ കൂട്ടിയിട്ട് ആ ഒരു പാമ്പിന്റെ വയറിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. പുറത്തു വന്ന ഉടനെ തന്നെ രാജകുമാരി മാസ്റ്റർ കൊടുത്തിട്ടുള്ള ആ ഒരു വാളെടുത്തിട്ട് അവളുടെ കഴുത്തിലേക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് മാസ്റ്റർ സോയിനർ കിന്നോടായിട്ട് ഉറക്കെ വിളിച്ചു പറയാണ്, എല്ലാം നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. നീ ഇത് ഇവിടെ വെച്ച് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ കഴുത്തറുത്ത് ഇവിടുന്ന് മരിക്കുന്നു പറയാണ്. എന്നാൽ മാസ്റ്റർ സോയിനർ എന്ന് പറയുന്നുണ്ട്, നീ ഇമ്മോർട്ടൽ അല്ലേ, നീ ഒരിക്കലും മരിക്കില്ല. എന്നാൽ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ കഴുത്തിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വാള് അത് നമ്മുടെ മാസ്റ്റർ കൊടുത്തിട്ടുണ്ടായിരുന്ന വാളായിരുന്നു. അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മോർട്ടൽ ആയിട്ടുള്ള ഏത് ഡീമൺസിനെയും കൊന്നുകളയാനായിട്ട് സാധിക്കും. ഈ ഒരു വലിയ വിപത്തിൽ നിന്നും രാജ്യത്തിനെ രക്ഷിക്കാനായിട്ട് മറ്റൊരു മാർഗവുമില്ലാന്ന് കണ്ടിട്ടുള്ള നമ്മുടെ രാജകുമാരി ആ വാൾ ഉപയോഗിച്ചിട്ട് അവളുടെ സ്വന്തം കഴുത്തറുത്ത് മരിക്കുകയാണ്. ഇത് കണ്ടിട്ടുള്ള സോയിനർക്കിനും ഷോക്കായി അങ്ങനെ നിൽക്കുകയാണ്. ഹീറോ ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വാള് പോർട്ടൽ വഴി നമ്മുടെ ബോയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ബോയും ഇപ്പൊ ആ ഒരു വാൾ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഡീമൺ സ്നേക്കിനെ അറ്റാക്ക് ചെയ്യാണ്. ഈ വാളിന്റെ മുന്നിൽ ഡീമൺ സ്നേക്കിന് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അത് മരിച്ച നിലത്തേക്ക് വീഴാണ്. എന്നാൽ അങ്ങനെ വീഴുന്നതിന്റെ തൊട്ടു മുന്നേ അതിന്റെ നാവ് ഉപയോഗിച്ചിട്ട് ബോയ്ക്ക് നേരെ സ്നേക്ക് വിഷം ചെയ്യുന്നുണ്ട്. ഹീറോ ഇപ്പോ അവന്റെ മാജിക്കൽ പവറുകൾ മുഴുവനായിട്ട് ഉപയോഗിച്ചിട്ട് അവിടെ വലിയൊരു ഷീൽഡ് ഉണ്ടാക്കുകയാണ്. അതെ, ഈ ഒരു സമയപ്പോഴത്തേക്കും അവന്റെ ആ ഒരു പ്രൊഡക്ഷൻ മന്ത്രങ്ങളെല്ലാം വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഡീമൺ സ്നേക്കിന്റെ ആ ഒരു അറ്റാക്കിൽ നിന്നും ഹീറോ ഇപ്പോ ബോയെ രക്ഷിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ മാസ്റ്റർ സോയിനർക്കിന് നമ്മുടെ ഹീറോയെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഹീറോയ്ക്ക് ഇപ്പോ അവന്റെ മാസ്റ്റർ ചെറുപ്പകാലത്തിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു മാജിക് ഓർമ്മ വരാണ്. അതുവഴി അവനിപ്പോ അവിടെ വലിയൊരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സോയിനർക്കിനെ ആ ഒരു പോർട്ടലിന്റെ ഉള്ളിൽ കൂടെ ചെന്നിട്ട് അറ്റാക്ക് ചെയ്യാണ്. ഈ ഒരു പോർട്ടലിലൂടെ തന്നെ സോയിനർക്കിനെ ഒരുപാട് കാലഘട്ടം പുറകിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ വെച്ചിട്ട് അവനെ കൊന്നു കളയാണ്. ഈ ഒരു സമയത്തേക്കും ആ ഒരു ഡീമൺ സ്നേക്ക് പൂർണ്ണമായിട്ടും ഒരു കല്ലായി മാറിയിട്ടുണ്ട്. അതിനുശേഷം അത് പൊടിഞ്ഞ നിലത്തേക്ക് വീഴാണ്. അങ്ങനെ ഒരു വിധത്തില് ഈ നാട്ടിലെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ഹീറോയും അതുപോലെ തന്നെ ബോയും തമ്മിൽ മീറ്റ് ചെയ്യാണ്. ബോയ് ഇപ്പൊ പറയുന്നുണ്ട്, അങ്ങനെ ആ ഒരു പ്രൊഡക്ഷൻ മന്ത്രം യൂസ് ചെയ്തിട്ട് നീ ഒരു ഇന്ത്യാങ് മാസ്റ്റർ ആയിട്ട് മാറിയല്ലേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോ ഒന്ന് പുഞ്ചിരിക്കുകയാണ്. നിനക്കറിയോ, എന്റെ മാസ്റ്റർ എങ്ങായിരിക്കുന്ന സമയത്ത് നമ്മുടെ രാജകുമാരിയെ ഒരുപാട് പ്രണയിച്ചിട്ടുണ്ടായിരുന്നു. രാജകുമാരിക്ക് കാവലായിട്ടാണ് മാസ്റ്റർ സോയിനർക്കിന്റെയും അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതെല്ലാം തന്നെ സംഭവിക്കുന്നത് പ്രണയത്തിന്റെ പേരിലാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ചേർന്നിട്ട് ആ ഒരു ഗ്രാമത്തിന്റെ സമാധാനം വീണ്ടും പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. ഈ ഒരു സീനും കാണിച്ചിട്ട് സിനിമ ഇവിടെ വെച്ചിട്ട് കഴിയുന്നുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് വെക്കാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ.